ഇപ്പോൾ പകുതി വഴിയിലേക്ക് ഈ ലോറി മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എവിടെ സ്കൂളിൽ പഠിക്കുന്നത്? കരിമ്പ സ്കൂളിൽ പഠിക്കുന്ന ഈ കുട്ടി നിങ്ങൾ 4 പേരുണ്ടായിരുന്നു ഇവിടെ? ഉണ്ടായിരുന്നു തോന്നുന്നു. ആരും കണ്ടിട്ടുണ്ടാവില്ല? ഇല്ല പെട്ടെന്നായിരുന്നു. നിങ്ങളെങ്ങനെ ഈ വിവരം എങ്ങനെയാണ്? അല്ല ഞാൻ സ്കൂളിൽ വരുമായിരുന്നു. മോൻ കരിമ്പ സ്കൂളിലാണ് പഠിക്കുന്നത്? അല്ല ഞാൻ ഇവിടെ പള്ളിപ്പടിയാ. കരിമ്പ സ്കൂളിലത്തെ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്? ആണോ? അതെ വരുമ്പോൾ ഇവിടെ ഉണ്ടോ കുട്ടികളുണ്ടായിരുന്നു? ഇല്ല വണ്ടി കൊണ്ടുപോയി തോന്നുന്നു. തച്ചമ്പാറ സ്കൂളിലേക്ക് കൊണ്ടുപോയി. ഇനി നമുക്ക് ദൃശ്യങ്ങളിൽ നിലവിൽ കാണാം. ഈ ലോറി പൂർണ്ണമായും ഉയർത്താനുള്ള ശ്രമം നടക്കുകയാണ്. കാരണം പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഈ അപകടത്തെ തുടർന്ന് തന്നെ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 JCBകളും അതുപോലെ തന്നെ ക്രെയിനുകളും ഉപയോഗിച്ചുകൊണ്ട് ഈ ലോറി ഈ അപകട സ്ഥലത്തു നിന്നും മാറ്റുകയാണ്. നിരവധി നാട്ടുകാർ ഈ മേഖലയിലുണ്ട്. അവരുടെയും അതുപോലെ തന്നെ ഇവിടേക്ക് എത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. 4 വിദ്യാർത്ഥികളെയും നിലവിൽ തച്ചമ്പാറ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇതിൽ 2 പേരുടെ ജീവൻ നഷ്ടമായി എന്ന് പറയുന്ന അതീവ ദാരുണമായിട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത്. നാട്ടുകാരന് കരിമ്പ സതീഷ് ഇവിടെയുള്ള ആളാണ്. ഇതൊക്കെ അപകടം ഇതൊക്കെ മാറ്റാൻ പിടിക്കാനൊക്കെ ഉണ്ടായിന്. സിമെന്റ് കാര്യങ്ങളൊക്കെ മാറ്റാൻ മെനക്കെട്ട്. എന്താ യഥാർത്ഥ സംഭവം യഥാർത്ഥ അറിയില്ല. വണ്ടി മാറുന്ന അടിയിൽ ആൾക്കാരെടുക്കുമ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി സിമെന്റ് ചാക്കുകളൊക്കെ വലിച്ചിറക്കി. അപ്പോൾ എല്ലാവരും പാടെ സഹായിച്ചു. എല്ലാവരും പാടെ നാട്ടുകാരും പോലീസരൊക്കെ ഇടപെട്ട് എല്ലാവരും പാടെ. കുട്ടികൾ 2 ഒരു കുട്ടി ഒരു വലിയ ആളുണ്ട് വണ്ടിൻ്റെ അടിയിൽ. കുറേ നേരം 1 മണിക്കൂർ. 2 ആൺകുട്ടികളാണ്? ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാർ 10-50 വയസ്സുള്ള ആളാകും. 45-50 വയസ്സുള്ള ഒരാളും ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. വിദ്യാർത്ഥികളല്ലാണ്ട് വയസ്സായ ആളുണ്ടായിരുന്നു? ഒരു പ്രായമുള്ള ആളടിയിലുണ്ടായിന്. മൂപ്പര് വലിച്ചെടുക്കുക ചെയ്ത്. 3 വിദ്യാർത്ഥികളായിരുന്നു അതോ 4 വിദ്യാർത്ഥികൾ? ഈ വയസ്സായ ആളെ നാം വരുമ്പോൾ 2 ആളെ കണ്ടുള്ളൂ. ഒരു കുട്ടി വെയിലിനടിയിൽ കിടക്കുകയെന്ന്. പെൺകുട്ടിയാണ് വെയിലിനടിയിൽ. പെൺകുട്ടിയുടെ മുടിയുടെ കട്ട് ചെയ്തിട്ടാണ് അടുത്തത്. വയസ്സായ ഒരു പുരുഷനുണ്ട്? ഒരു പുരുഷനുണ്ടായിന്. ആശുപത്രി മതി. മുമ്പ് 2 പേരും കൂടി ഉണ്ടായിരുന്നു? 2 പേരും കൂടി ഉണ്ടായിന്. അതാരും അറിയില്ല. ഇതാ ഇപ്പോൾ നിലവിൽ ഇവിടെ രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടിരുന്ന വ്യക്തിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരു കുറച്ച് 40-45 വയസ്സായ ഒരു പുരുഷൻ ഉൾപ്പെടെ ഈ അപകടത്തിൽ പെട്ടിരുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ്. അവരെയും കൂടിയും ഈ വാഹനത്തിനടിയിലുണ്ടായിരുന്നു. അവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു പെൺകുട്ടി ഉൾപ്പെടെ ഈ അപകടത്തിൽ പെട്ടു എന്നാണ് നാട്ടുകാരിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ആ പെൺകുട്ടി യൂണിഫോമിലുള്ള യൂണിഫോമുള്ള കുട്ടിയാണ്. കരിമ്പ സ്കൂളിലത്തെ ആദ്യഘട്ടത്തിൽ കൊണ്ടുപോയത് ആൺകുട്ടികളാണ്? ആദ്യം കൊണ്ട് ഒരു ചെറുപ്പക്കാരനെ കെട്ടി. പെൺകുട്ടിനെ കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടില്ല. നാട്ടുകാരും പാടെ വണ്ടിൻ്റെ ബാക്ക് വീലിലായിട്ട് ടയറിൻ്റെ താഴത്ത് പെട്ടുപോയോ? ടയറിൻ്റെ നടുവത്തെ ടയറിൽ പെട്ട്. നടുവിൽ ഇപ്പോൾ തല കുടുങ്ങി. എടുക്കാൻ വേണ്ടി എല്ലാവരും പാടെ വണ്ടിയിൽ സിമെൻ്റായിരുന്നു. സിമെന്റ് ചാക്ക് മാറ്റാണ്ട് കെട്ടില്ല. എല്ലാവരും പാടെ വണ്ടി നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണ്. എന്താ സംഭവം എന്താ അറിയില്ല. ആൾക്കാർ പറഞ്ഞപ്പോൾ ഓടി വന്നപ്പോൾ ഭാരമുള്ള വണ്ടിയാണ്. ഫുള്ള് സിമെൻറ്റാ. രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടുള്ള ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അവസാന ഘട്ടത്തിൽ രക്ഷപ്പെടുത്തിയിട്ടുള്ള 2 പേരിൽ ഒന്ന് കരിമ്പ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. മറ്റൊന്ന് കുറച്ച് പ്രായമുള്ള ഒരു പുരുഷനാണ്. അദ്ദേഹത്തെ കൂടി രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. ഇവിടെ അവിടെ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. അപ്പോൾ വഴിയരികിലുണ്ടായിരുന്ന അല്ലെങ്കിൽ നടന്നു പോവുകയായിരുന്ന ആളുകൾക്ക് മുകളിൽ ഈ ലോറി മറിഞ്ഞ് ദാരുണമായി അപകടം സംഭവിക്കുകയായിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. ആരൊക്കെയാണ് കുടുങ്ങിയത് എന്നതിൽ ഉൾപ്പെടെ നമുക്ക് വ്യക്തത വരണം. പക്ഷേ അപകടം എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ ലോറി അപ്പാടെ മറിഞ്ഞു കിടക്കുന്നത് കാണാം. ഏറെ ശ്രമകരമായി തന്നെ അത് മാറ്റാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. JCB ഉൾപ്പെടെ എത്തിച്ചിട്ടുണ്ട്. ക്രെയിൻ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇക്ബാൽ, നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളിൽ നിന്ന് മറ്റു വിവരങ്ങൾ ശേഖരിക്കാമോ? കാരണം കുട്ടികൾ സ്കൂൾ വിട്ടു വരുന്ന സമയമാണ്. രക്ഷിതാക്കൾ ഉൾപ്പെടെ ആശങ്കപ്പെടും. ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ കൃത്യമായ വിവരങ്ങൾ നമുക്ക് നൽകേണ്ടതുണ്ട്. എന്താണ് ദൃക്സാക്ഷികൾ പറയുന്നത്? പിന്നെ ഇതാ നിലവിൽ ഈ ലോറി മാറ്റാനുള്ള ശ്രമം നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ലോറിയിലുണ്ടായിരുന്ന സിമെൻറ്റ് ചാക്കുകൾ ഇവിടെ കുടുങ്ങി കിടക്കുകയാണ്. മണ്ണ് നമുക്ക് കാണാം. റോഡിന് തൊട്ടുപുറത്തുള്ള മണ്ണ് ഈ മഴ പെയ്ത് വലിയ രീതിയിൽ
കുതിർന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനം പൂന്തി പോകുന്ന സാഹചര്യമുണ്ട്. JCB ഉൾപ്പെടെ പൂന്തി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ മണ്ണും ഈ ലോറിയിൽ തന്നെ ഉണ്ടായിരുന്ന സിമെൻറ്റ് ചാക്കെല്ലാം ഉപയോഗിച്ച് തട്ടാക്കി നിർത്തിക്കൊണ്ട് മാത്രമേ ഈ വാഹനം ഉയർത്താൻ കഴിയുള്ളൂ. അതിനുള്ള ശ്രമങ്ങളാണ് നിലവിൽ ഈ മേഖലയിൽ നടക്കുന്നത്. രക്ഷാപ്രവർത്തകർ ലോറിയുടെ മുകളിൽ ഉൾപ്പെടെ കയറി ആദ്യം കെട്ടിയ വടം പൊട്ടിപ്പോയിരുന്നു. ഇത് രണ്ടാമത്തെ ഒരു വടം കെട്ടിക്കൊണ്ട് ഈ ലോറി ഉയർത്താനുള്ള ശ്രമമാണ് നിലവിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അറിയേണ്ടത് 4 പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഇവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് നിലവിൽ ശേഖരിക്കാൻ ശ്രമിക്കുന്നത്. നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് രണ്ടാം ഘട്ടത്തിൽ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ഒരു പെൺകുട്ടിയാണ്. ദാരുണമായ വിവരമാണ് വരുന്നത്. ഇപ്പോൾ ഒരാളുടെ മരണം കൂടി സ്ഥിരീകരിക്കുന്നു. 3 പേരുടെ മരണം സ്ഥിരീകരിക്കുകയാണ്. തച്ചമ്പാറ ഇസാഫ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് മരണം 3 ആയിരിക്കുന്നതാണ്. ഈ വൈകുന്നേരം നമുക്ക് ഏറെ ദാരുണമായ വാർത്ത തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. പനയമ്പാടത്തുണ്ടായ ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ 3 മരണമാണ് സ്ഥിരീകരിക്കുന്നത്. സിമൻറ്റ് കയറ്റി വന്ന ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് ഇപ്പോൾ വഴിയാത്രക്കാരായിരുന്ന 3 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നത്. തച്ചമ്പാറ ഇസാഫ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമാണിത്. ഈ അപകടത്തിൽ കുടുങ്ങിയവരെ കൊണ്ടുപോയ ഹോസ്പിറ്റലാണ് ഇസാഫ് ഹോസ്പിറ്റൽ. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് മരണം 3 ആയിരിക്കുന്നു എന്നതാണ്. നേരത്തെ ഗുരുതരമായി പരിക്കേറ്റ് 2 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ഒരാളുടെ കൂടി മരണം സ്ഥിരീകരിക്കുന്നു എന്നതാണ്. ഇക്ബാൽ, ഏറെ ദാരുണമായ അപകടം തന്നെ. സ്ഥിരം അപകടമുണ്ടാകുന്ന സ്ഥലത്ത് ഇന്നിപ്പോൾ 3 ജീവനുകളാണ് കവർന്നിരിക്കുന്നത്. 3 പേരും വിദ്യാർത്ഥികളാണ് എന്ന വിവരം കൂടിയാണ് നമുക്ക് ഇസാഫ് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നത്.